നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ചന്ദ്രനഗറിലെ ഹോട്ടലിൽ മോഷണം നടത്തിയ പൊറോട്ട പ്രിയനായ പ്രതിയെ ഒടുവിൽ പോലീസ് പിടികൂടി. തെളിവെടുപ്പിനായി എത്തിച്ചപ്പോഴും വിശക്കുന്നുണ്ടെന്നും പൊറോട്ട വേണമെന്നുമായിരുന്നു ഇയാൾക്ക് പറയാനുണ്ടായിരുന്നത്. പോലീസ് വാങ്ങിക്കൊടുത്ത പൊറോട്ട ആവേശത്തോടെ കഴിക്കുകയും ചെയ്തു. ഇനി മോഷ്ടിക്കരുത്, പാലക്കാട് എത്തുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി, 1 10 എത്ര പൊറോട്ട വേണമെങ്കിലും തരാമെന്ന് ഹോട്ടൽ ഉടമയും പറഞ്ഞതോടെ പ്രതി ഹാപ്പിയായി. കന്യാകുമാരി മാർത്താണ്ഡം മരുതംകോട് സ്വദേശി ശിവകുമാറിനെയാണ് പാലക്കാട് കസബ പോലീസ് പിടികൂടിയത്. മെയ് 21 പുലർച്ചെ 2-നാണ് മോഷണം നടന്നത്. ഹോട്ടലിന്റെ പിൻവാതിൽ തകർത്ത് അകത്ത് കയറിയ പ്രതി മേശയിൽ സൂക്ഷിച്ചിരുന്ന 25,000 രൂപയും മൊബൈൽ ചാർജറും മോഷ്ടിച്ചു. ഇതിനിടെ വിശപ്പ് തോന്നിയപ്പോൾ റെഫ്രിജറേറ്ററിൽ നിന്ന് ബീഫ് പുറത്തെടുത്ത് പാചകം ചെയ്തു. പൊറോട്ടയും ബീഫും കഴിക്കുന്നതിനിടെയാണ് മുകളിലൊരാൾ എല്ലാം കാണുന്നുണ്ടെന്നറിഞ്ഞത്. ഹോട്ടലിന് വാതിൽ തകർത്തതും മോഷണം നടത്തിയതും പാചകം ചെയ്തതുമടക്കം എല്ലാം CCTVയിൽ പതിഞ്ഞിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോകുന്ന വഴി ചന്ദ്രനഗറിലെ കാർ വർക്ക്ഷോപ്പിന്റെ ഓഫീസ് മുറിക്കകത്ത് കയറി 6,000 രൂപയും മോഷ്ടിച്ചു. തുടർച്ചയായി യാത്ര ചെയ്യുന്ന ശിവകുമാറിനെ ഏറെ പണിപ്പെട്ടാണ് പിടികൂടിയതെന്ന് പോലീസ് പറയുന്നു. മറ്റൊരു മോഷണത്തിനായി പാലക്കാട് പട്ടണത്തിലെത്തിയപ്പോഴാണ് പിടിയിലായത്. 20 വർഷമായി വിവിധ മോഷണ കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മുമ്പ് സമാന കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. ഹോട്ടലുകൾ, കടകൾ, ഓഫീസുകൾ, വീടുകൾ എന്നിവിടങ്ങളിൽ കളവ് നടത്തും. കിട്ടുന്ന പണത്തിന് മദ്യവും ലഹരിയും അകത്താക്കും. കേരളത്തിലും തമിഴ്നാട്ടിലും യാത്ര ചെയ്ത് കളവ് നടത്തുന്നതാണ് രീതി. ഒരു ദിവസം 1 കിലോമീറ്ററുകളോളം നടക്കുകയും ഒട്ടേറെ മോഷണങ്ങൾ നടത്തുകയും ചെയ്യും. ചെറിയ തുക നഷ്ടപ്പെടുന്നതിനാൽ പലരും പരാതിപ്പെടാറില്ലെന്നും സ്ഥിരമായി താമസ സ്ഥലമില്ലാത്തതിനാൽ ആളെ കണ്ടെത്താൻ പ്രയാസമാണെന്നും പോലീസ് പറയുന്നു. പാലക്കാട് കസബ ഇൻസ്പെക്ടർ M സുജിത്ത്, SI H ഹർഷാദ്, വിപിൻ, മനോജ് കുമാർ, യേശുദാസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ R രാജീവ്, സായുജ്, സുനിൽ, ശ്രീലത എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. കോട്ടയത്ത് 2 പേർ ചേർന്ന് ഒരു വീട്ടിൽ മോഷണം നടത്തിയ കേസിൽ ഇയാൾ പ്രതിയാണോ എന്ന് സംശയിക്കുന്നു. കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.